കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ അവി വ്ളോഗ്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ മുൻ ഭാര്യയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം തനിക്കൊരു പ്രശ്നം ഉണ്ടായി. തൻ്റെ ഭാര്യ ഇതേ കണക്കുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, എക്സ് ഭാര്യ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിനെ തുടർന്നുണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പോലീസുകാർ തൻ്റെ ഭാഗത്തൊന്നും കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. നേരത്തെ തന്നെ എല്ലാം ഉറപ്പിച്ച് വെച്ച പോലെ തന്നെ തൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് പറഞ്ഞാൽ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, താൻ ഇതിനെപ്പറ്റി ഇനി ഒന്നും സംസാരിക്കാൻ പാടില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തനിക്ക് പറ്റത്തില്ല എന്ന്. എന്നാൽ പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കുമെന്നുള്ള രീതിയാണ്. സോ അങ്ങനെ ഒരു വരിയില്ലാതെ അവസാനം ഉണ്ടെങ്കിൽ അതിന് സമ്മതിച്ച് അങ്ങനെ വീഡിയോ റിമൂവ് ചെയ്തെന്നാണ് ഇതാണ് കവി പറഞ്ഞിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാര്യമായിരിക്കണം ഫസ്റ്റ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം പാർട്ട്ണറിൻ്റെ ആയിരുന്നാലും ആരുടെ കാര്യമായിരുന്നാലും നോക്കേണ്ടത്. അതല്ലാതെ എല്ലാവർക്കും വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇതേ കണക്കൊക്കെ നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുണ്ടെങ്കിൽ കുറച്ച് സെൽഫിഷ് ആവുക, നിങ്ങളുടെ കാര്യം നോക്കുക, എന്നാലേ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യമേ നോക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണ്ടെന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.